കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ചോഴിക്കോടിന് ചേർന്ന പ്രദേശമാണ് അരിപ്പ. കൃഷിക്കും കിടപ്പാടത്തിനും ഭൂമി എന്ന ആവശ്യമുയർത്തി ആദിവാസികളടക്കം ഒരു വലിയ ജനസമൂഹം കുടിൽ കെട്ടി അവിടെ സമരം തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടോളമായി. രാഷ്ട്രീയ കേരളത്തെ തന്നെ പിടിച്ചുലച്ച ഭൂസമരമായിരുന്നു അത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത സമവായ ചർച്ചയിൽ പ്രശ്നപരിഹാരമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ ആ വലിയ സമരഭൂമിയിലെ കാഴ്ച എന്താണ്? ഇപ്പോഴത്തെ കാഴ്ച തേടി അരിപ്പയിലേക്ക് പോകുന്നു റൈഡിംഗ് റിപ്പോർട്ടർ. അരിപ്പയിലെ ഭൂവിഷയത്തിന് ശാശ്വത പരിഹാരമായെന്നാണ് സർക്കാരിൻ്റെയും ചില സംഘടനകളുടെയും സമരക്കാരിൽ ചിലരുടെയും ഒക്കെ അവകാശവാദം. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോഴും അരിപ്പയിൽ സമരത്തിൻ്റെ തീക്ഷ്ണത അങ്ങനെ തന്നെയുണ്ട്. അരിപ്പയിലേക്ക് എത്തുന്നു റൈഡിംഗ് റിപ്പോർട്ടർ. അരിപ്പയിലെ 40 ഏക്കർ ഭൂമിയാണ് സമരക്കാർക്ക് വീതിച്ചു നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 35 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് 20 സെന്റ് പുരയിടവും 10 സെന്റ് കൃഷിയിടവുമാണ് നൽകാൻ തീരുമാനിച്ചത്. കൂടാതെ 209 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 12 സെന്റ് സ്ഥലം നൽകും. ബാക്കിയുള്ള 78 ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 10 സെന്റ് സ്ഥലവും നൽകാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള സമരക്കാരൊക്കെ അംഗീകരിച്ചെങ്കിലും ഈ സമരത്തിന് തുടക്കം കുറിച്ച ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ഇത് അനുവദിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങളും അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അന്വേഷിക്കുകയാണ് ഞങ്ങൾ. (2012) ഡിസംബർ 31 ആരംഭിച്ച അരിപ്പ ഭൂസമരം 13 വർഷങ്ങൾ പിന്നിട്ട് 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് റവന്യൂ മന്ത്രി കെ രാജൻ സമരം ഒത്തുതീർപ്പായെന്ന ഒരു പ്രഖ്യാപനത്തിൽ നടത്തിയത്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. സമരസമിതി നായകൻ ശ്രീരാമൻ കൊയ്യോൻ നമുക്കൊപ്പം ചേരുകയാണ്. ആ സമരം തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും ഉപരോധങ്ങളും അതിനെയൊക്കെ അതിജീവിച്ചു. ഏതാണ്ട് 13ഓളം സ്ത്രീകൾ പല രീതിയിൽ മാനഭംഗത്തിനിരയായി. ആ സമരത്തെ അന്ന് ഞങ്ങളെ തല്ലിയോടിക്കാനും ഞങ്ങൾ മാവോയിസ്റ്റുകളാണെന്നും നക്സലൈറ്റുകളാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ച് ഞങ്ങളെ ഉപരോധിച്ച ആളുകൾ പിൽക്കാലത്ത് ഉപരോധം പരാജയപ്പെട്ടപ്പോഴാണ് ഇവിടെ ഞങ്ങൾ തദ്ദേശീയരാണ്, ഞങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമി മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശിക സമരം എന്ന രീതിയിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും CPI-യുടെ ഒക്കെ നേതൃത്വത്തിൽ അന്ന് സമരം ആരംഭിച്ചു. അരിപ്പ സമരം പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂസമരങ്ങളിലൊന്നായിരുന്നു ചെങ്ങറ ഭൂസമരം. 1495 പേർക്കാണ് പട്ടയം നൽകി സർക്കാർ ഈ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചത്. എന്നാൽ ഭൂമി ലഭിച്ചത് ഇതിൽ 180ഓളം പേർക്ക് മാത്രമായിരുന്നു. അവിടെ ഭൂമി ലഭിക്കാത്ത ആളുകളും അരിപ്പ സമരഭൂമിയിലേക്ക് എത്തുകയും ഇവിടുത്തെ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ ചെങ്ങറ കയറി സമരം ചെയ്യാൻ പോയ, ഞങ്ങളുടെ അവകാശം ചോദിക്കാൻ പോയ കാരണം ഇന്ന് എനിക്ക് ഒരാധാറില്ല, ഒരു തിരിച്ചറിയൽ കാർഡില്ല, ഒരു റെക്കോർഡില്ല, റേഷൻ കടയില്ല, അരിയില്ല, റേഷൻ കാർഡില്ല. എനിക്കൊരു പിള്ളി അരി പോലും വാങ്ങിച്ച് കഞ്ഞി കുടിക്കാനൊക്കാത്ത വിധം സർക്കാർ എനിക്ക് ചെയ്തു തന്നത് എത്ര സന്തോഷമുണ്ടെന്നറിയോ? മരിച്ചാൽ സർക്കാർ അറിയത്തുമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് മെയ് 1-ാം തീയതിയാണ് ഇതിനകത്ത് വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം നടക്കുകയും ഞങ്ങളുടെ 2ഓളം സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരൊക്കെ ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയുന്ന ഭീഷണിയുമായിട്ട് പോകും. കഴിഞ്ഞു. അപ്പോൾ അത്രയും ഞങ്ങൾ ത്യാഗങ്ങൾ സഹിച്ച് കന്നാലികളെ കൊണ്ട് ഈ വയൽ പൊട്ടുന്ന സമയത്ത് ഞങ്ങളാണ് കലപ്പ വെച്ച് വലിച്ച് ഈ നെൽകൃഷിക്കുള്ള വയൽ ഞങ്ങളാണ് 4-5 ഷെട്ട് മാറി
വെച്ച് എല്ലാം ഒടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. ഒരേക്കർ ആദിവാസികൾക്കും മറ്റു ജാതിക്കാർക്ക് 50 സെൻറ്റും എന്നുള്ള വാദത്തിൽ ADMS ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ഈ സമരം തുടരുന്നിടത്തോളം ഞങ്ങൾ പൊതുജനങ്ങളെ എല്ലാവരും സംഘടനയോടൊപ്പം തന്നെ സമരം തുടരുക തന്നെ ചെയ്യും. ഈ മരണപ്പെടുന്നവരെയൊക്കെ അടക്കുന്നതൊക്കെ ഞങ്ങൾ ആദ്യം ഇവിടെ മരണപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഏതാണ്ടൊരു ഉദ്ദേശം ഒരു 10-15 പേരെ എങ്കിലും ഞങ്ങൾ ഇതിനകത്ത് അടയ്ക്കും. അത് ഞങ്ങളുടെ ഒരു സാമർഥ്യം കൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പോലീസും നാട്ടുകാരും ഒക്കെ ഞങ്ങളെ ഉപരോധിച്ചു. അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമെന്ന കേരളത്തെ കൊട്ടിഘോഷിച്ച് ഒരു വശത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഈ സമരഭൂമിയിൽ നിറച്ചുണ്ണാൻ പോലും കഴിയാത്ത 100 കണക്കിന് ആളുകളുണ്ട്. ഇതെന്ത് വിരോധാഭാസം! ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ഈ ആവശ്യത്തെ അംഗീകരിക്കുന്നില്ല. ന്യായമായ തങ്ങളുടെ സമരം എന്ന് പറയുന്നത് 1 ഏക്കർ ഭൂമി ഓരോ ആദിവാസിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഒട്ടും പിന്നോട്ടും ഞങ്ങൾ പോകുകയല്ല. ഞങ്ങൾക്ക് 1 ഏക്കർ ഭൂമി തന്നെ വേണം. 1 ഏക്കർ സ്ഥലം കിട്ടണം, വീട് വേണം, വഴി വേണം, കറണ്ട് വേണം, വെള്ളം വേണം, എല്ലാം വേണം ഞങ്ങൾക്ക്. എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് അരിപ്പയിലെ ഭൂസമരം 5000-ത്തിലധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ എന്നെങ്കിലും ഒരു ദിവസം സർക്കാരും ഈ ദൈവങ്ങളും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. കൃഷിഭൂമിക്കും കിടപ്പാടത്തിനുമായി അരിപ്പയിൽ 5000 ദിവസം പിന്നിട്ട ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ ഈ സമരം മന്ത്രി പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറല്ല. ഇവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാർ അംഗീകരിക്കും വരെയും സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.